കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇത്രയും ദിവസമൊന്നും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ. കാരണം കഴിഞ്ഞൊരു 3-4 ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ മൊത്തത്തിലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതാണോ എന്നറിയില്ല കേട്ടോ. പച്ച ഇലയൊക്കെ പഴുത്ത് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് വന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ദേ നമ്മുടെ കൂണ് കുട്ടന്മാരൊക്കെ മുട്ടയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കിവരെ കാണുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ കരച്ചിലാണോ എന്താണ് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം അറിയാം, ഇനി അധികം നാളൊന്നും നമുക്ക് ഇങ്ങനെ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. കാരണം തണുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം തന്നെയൊക്കെ ചെറുതായിട്ട് തണുപ്പുണ്ട്, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് അങ്ങ് പോവാം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 മാസം, അതോടുകൂടി ഈ കാണുന്ന ഇലകളെല്ലാം കൂടെ താഴെ ചാടും. പിന്നെ നമുക്കത് നടക്കാൻ പോവാം എന്നൊക്കെ പറയുന്നത് ചുമ്മാ നടക്കാൻ പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ആൾക്കാർ ചൂണ്ടയൊക്കെ പൊക്കിക്കൊണ്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. ഈ സംഭവത്തിൻ്റെ, അതായത് ഈ ഒരു കുളത്തിൻ്റെ ചുറ്റുമായിട്ടൊരു 10-15 പേരെങ്കിലും ഉണ്ട് കേട്ടോ. കാരണം നല്ല വലിയ കുളമായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നല്ല വലിയ മീനൊന്നും ഇവർ പിടിക്കുന്നത്. ഈ പീക്കിരി മീനെയൊക്കെ പിടിക്കുന്നേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനങ്ങനെ പോയി ഇരിക്കാറില്ല, കാരണം അവർ റേഡിയോ ഒക്കെ ഓണാക്കി വളരെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ നടത്തമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തുടരുക. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആൾക്കാരും, ചില ആൾക്കാരെല്ലാ ആഴ്ചയിലും വരുന്നവർ, അല്ലെ 2-3 ദിവസം കൂടുമ്പോൾ വരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു മുഖപരിചയമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നമ്മൾ ആ കുളത്തിൽ നിന്ന് വിട്ട് വേറൊരു വലിയ കുളത്തിൻ്റെ സൈഡിൽ വന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്, അതായത് റെസ്റ്റോറൻ്റ് ഉണ്ട്. നടന്നൊക്കെ മടുക്കുമ്പോൾ ചായ കുടിക്കാൻ വേണമെങ്കിൽ കയറാം. പക്ഷേ നല്ല പോക്കറ്റിൽ കനത്തിൽ കരുതിയിട്ട് വേണം അവിടെ കയറാൻ, കാരണം നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെ. ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. സംഭവമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ചില പൂക്കളൊക്കെ കണ്ടോ, ഇനി ഇങ്ങനത്തെ പൂക്കളായിരിക്കും, പൂക്കളും കാകളും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. രാവിലെ 7 മണിയായപ്പോഴത്തേക്കും ഉറങ്ങാൻ മടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, ഉണരാൻ മടിയായിട്ട് നിൽക്കുന്ന പൂക്കളും. സൂര്യൻ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വരുമായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറേ കൂടെ വെട്ടം വെളിച്ചമൊക്കെ വരും കേട്ടോ. ഞാൻ ഈ രാവിലെ വന്നപ്പോഴത്തേക്കും, ഇപ്പോൾ പിന്നെ കുറച്ച് താമസിച്ചാണല്ലോ നേരം വെളുക്കാൻ തുടങ്ങുന്നത്. 6 മണിക്കൊക്കെ ഇപ്പോൾ ഇരുട്ടാം. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ ഇത്രയും വെട്ടം